സഞ്ജു വി സാംസണെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിശദമായ വിവരങ്ങളുമായി മനു ചേരുന്നുണ്ട്. മനു, അല്പം മുമ്പാണ് പ്രഖ്യാപനം വന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും സൗമ്യ, ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര 2020 പരമ്പരകൾക്കുള്ള ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏകദിന 2020 പരമ്പരയ്ക്ക് മുമ്പുള്ള സന്നാഹ മത്സരങ്ങളാണ് സഞ്ജു വി സാംസണെ ഉൾപ്പെടുത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ MSK പ്രസാദ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സഞ്ജുവിന് ഇതൊരു വലിയ തിരിച്ചുവരവ് കൂടിയാണ്. കാരണം നമുക്കറിയാം, സമീപകാലത്ത് കേരള ക്രിക്കറ്റിൽ സഞ്ജുവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില വിവാദങ്ങൾ, ആ വിവാദങ്ങളിൽ നിന്നൊക്കെ സഞ്ജുവിന് വീണ്ടും ആ ക്രിക്കറ്റിന്റെ ഒരു ലൈം ലൈറ്റിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണ് ഇപ്പോൾ ഈ സന്നാഹ മത്സരത്തിലേക്കുള്ള അവസരം. സന്നാഹ മത്സരത്തിലേക്കുള്ള ടീമാണ് എന്നത് ഒരിക്കലും ചെറിയ കാര്യമല്ല. കാരണം ഇന്ത്യയുടെ അടുത്ത, അതായത് വരും മത്സരങ്ങൾക്കുള്ള പരമ്പരകൾക്കുള്ള ടീമിനെയൊക്കെ ഈ മത്സരങ്ങളിൽ നിന്നുള്ള കളിക്കുന്ന താരങ്ങളിൽ നിന്നാവും തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിന്റെ യഥാർത്ഥ ടീമിലേക്കുള്ള കടന്നുവരവിന് കൂടി അവസരം ഒരുക്കുന്നതായിരിക്കും ഈ സന്നാഹ മത്സരത്തിനായുള്ള തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം. മറ്റൊന്ന്, ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് ഒരു സമ്പൂർണ്ണ ടീമിനെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി തിരിച്ചുവരവുന്ന യുവരാജ് സിംഗിന്റെ തിരിച്ചുവരവും ഒപ്പം തന്നെ ആശിഷ് നെഹ്റയുടെ തിരിച്ചുവരവുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഫോമിലല്ലാതെ മങ്ങിക്കളിച്ചിരുന്ന യുവരാജ് രഞ്ജി ട്രോഫിയിലെയും ദുലീപ് ട്രോഫിയിലും അടക്കം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മികച്ച പ്രകടനത്തിന്റെ പിൻബലത്തിലാണ് ഇപ്പോൾ ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. 200 ഡബിൾ സെഞ്ചുറി അടിക്കുകയും ഒപ്പം തന്നെ 180 റൺസ് എടുക്കുകയും അത്തരത്തിൽ മികച്ച ബാറ്റിംഗ്, അതുപോലെ തന്നെ ബൗളിംഗ് പ്രകടനത്തിൽ മികച്ച രീതിയിൽ പന്തെറിയുകയും ചെയ്ത യുവരാജിന്റെ ഓൾറൗണ്ട് മികവ് തന്നെയാണ് ഇപ്പോൾ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു കാരണമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നു. ഒപ്പം തന്നെ മുഹമ്മദ് ഷമിക്കേറ്റ പരിക്ക് ഏതായാലും ആശിഷ് നെഹ്റയ്ക്ക് കൂടി ഒരു തിരിച്ചുവരവിന് അവസരം ഒരുക്കിയിരിക്കുന്നു. ഒപ്പം ജസ്പ്രീത് ബുംറയുണ്ട്, ഋഷഭ് പന്തുണ്ട്, സുരേഷ് റെയ്നയുണ്ട്, അങ്ങനെ കേദാർ ജാദവ്, ലോകേഷ് രാഹുൽ, അങ്ങനെ എന്തുകൊണ്ടും സന്തുലിതമായ ഒരു ടീമിനെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞ സാഹചര്യത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിരാട് കോഹ്ലി ക്യാപ്റ്റനായി സ്ഥാനമേൽക്കുന്നു. ധോണി ഒരു സാധാരണ കളിക്കാരനായി ടീമിൽ തുടരും. വലിയ ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ BCCIയുടെ ഈ സെലക്ഷൻ കമ്മിറ്റി യോഗം മുംബൈയിൽ ചേർന്നത് തന്നെ. കാരണം ലോധ കമ്മിറ്റി നിർദ്ദേശിച്ച യോഗ്യതകളില്ലാത്തതിനാൽ സെലക്ഷൻ കമ്മിറ്റിയിലെ 2 അംഗങ്ങൾക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യോഗം നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒടുവിൽ ലോധ കമ്മിറ്റി തൽക്കാലത്തേക്ക് ഇവർക്ക് പങ്കെടുക്കാൻ അവസരം നൽകുകയും അങ്ങനെ അനിശ്ചിതങ്ങൾ ഒടുവിൽ ആണ് ഇപ്പോൾ ഈ യോഗം ചേർന്നും ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും വരും പരമ്പരകൾക്കൊക്കെ കൂടി അടിത്തറയുന്ന തരത്തിലുള്ള ഒരു മികച്ച ടീമിനെ തന്നെയാണ് സന്നാഹ മത്സരത്തിന് വേണ്ടി ഒപ്പം തന്നെ 2020 ഏകദിന പരമ്പരയ്ക്കായും ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏറ്റവും ഈ സഞ്ജുവിന്റെ സന്നാഹ മത്സരത്തിലേക്കുള്ള ടീമിലേക്കുള്ള വരവ് പോലും അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കാരണം കഴിഞ്ഞ IPL-ന് ശേഷം സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് മികച്ചൊരു ഇന്നിംഗ്സ് ഉണ്ടായിട്ടില്ല. രഞ്ജി ട്രോഫിയിലാണെങ്കിലും ഒരു മോശമായ രീതിയിൽ തന്നെയായിരുന്നു പ്രകടനം. പക്ഷേ ഏതായാലും സഞ്ജുവിന് ആ വിവാദങ്ങൾക്കൊക്കെ മറികടന്ന് ഇപ്പോൾ മികച്ചൊരു പ്രകടനത്തിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞു. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരങ്ങളെ കാണേണ്ടത്. സഞ്ജു കൂടി ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്നു.